ഹാലലൂയ, ഞാൻ തോറ്റു പോകത്തില്ല, ഞാൻ നശിച്ചു പോകത്തില്ല. ഹാലലൂയ, ഞാൻ തീർന്നു പോകത്തില്ല. എല്ലായിടത്തും ഇപ്പോഴും ക്രിസ്തുവേശു മുഖാന്തരം എനിക്ക് ജയം, ജയം, പൂർണ്ണ ജയം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. സ്തോത്രം. കർത്താവിന് എല്ലാ മഹത്വവും, എല്ലാ ആരാധനയും, സകല പുകഴ്ചയും യേശുവിന് മാത്രം. ഹാലലൂയ. നമ്മളുടെ വായിന്ന് വീഴുന്ന ഓരോ വാക്കിനും നമ്മൾ ഓരോ തവണയും ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല എന്ന് നമ്മൾ പറയുമ്പം ഓരോ തവണയും നമ്മൾ ഓരോ വിത്തിട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ചുറ്റിനും നമ്മുടെ ജീവിതത്തിനകത്ത് ഓരോ വിത്തായിട്ട് ഇട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. ആ വിത്ത്, ഒരു വിത്ത് നിലത്ത് വീണാൽ ആ വിത്ത് ഉറപ്പായിട്ടും അത് എത്ര മണ്ണിൻ്റെ എങ്ങനത്തെ അവസ്ഥയാണെങ്കിലും അത് ആ മണ്ണിൻ്റെ അകത്തോട്ട് പോയിട്ട് അത് വെള്ളം കോരി ഒഴിച്ചു കൊടുക്കുമ്പം അത് വളർന്ന് അത് ഒരു മരമായോ ചെടിയായോ അതിൻ്റെ അകത്തുനിന്ന് ഫലം എന്തെങ്കിലും ഒക്കെ കിട്ടുക തന്നെ ചെയ്യും. അതാ ഏത് മണ്ണിനകത്താണ് വീഴുന്നത്, അല്ലെങ്കിൽ ആ മണ്ണിൻ്റെ ഗുണമല്ല, അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ ഗുണമല്ല, പക്ഷേ ആ വിത്തിൻ്റെ ഗുണമാണ് അതെങ്ങനെയെങ്കിലും പൊട്ടിപ്പുറത്ത് വന്ന് അത് ഫലമായി തീരുന്നത്. ചില വിത്തുകൾ കരിഞ്ഞ് ഉണങ്ങി ഒന്നും പുറത്തോട്ട് വരാത്ത വണ്ണം ആയിപ്പോകും. പക്ഷെ അല്ലാത്തതോ വിത്തുകളൊക്കെ പുറത്ത് വരും. നാല് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ആ വിത്തിനകത്തുനിന്ന് ജീവൻ പുറത്തു വരും. അങ്ങനെയെങ്കിൽ നമ്മൾ പറയുന്ന വാക്കിനൊക്കെ ജീവനുണ്ട്. നമ്മൾ പറയുന്ന വാക്കെല്ലാം ഓരോ വിത്തുകളാണ്. ഹാലലൂയ എന്ന് പറഞ്ഞ് എൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കും ഓരോ വിത്താണെന്ന് പറഞ്ഞേ. ഹാലലൂയ, സ്തോത്രം. അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ എത്രമാത്രം വിത്തുകൾ നമ്മൾ ഇടുന്നു, എത്ര സീഡ്സ് നമ്മൾ ഇടുന്നു നമ്മുടെ ചുറ്റിനും. നമ്മൾ എന്തിൻ്റെ സീഡ്സാണ് ഇടുന്നത്? നമ്മൾ നന്മയുടെ സീഡാണോ ഇടുന്നത്, അതോ നമ്മൾ നാശത്തിൻ്റെയും തിന്മയുടെയും സീഡാണോ ഇടുന്നത്? നമ്മൾ ഓരോ തവണ നമ്മുടെ വായിൽ നിന്ന് വാക്കുകൾ വീഴുമ്പം യാക്കോബ് പറയുന്നു, നിങ്ങൾ കേൾക്കാൻ എളുപ്പമുള്ളവരും നിങ്ങൾ സംസാരിക്കാൻ സാവകാശമുള്ളവരും ആയിത്തീരാൻ. ഹല്ലേലൂയ. നമ്മൾ കേൾക്കാൻ വേഗത്തിൽ നമ്മൾ കേൾക്കുകയും നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ വളരെ അളന്നു തൂക്കി ശ്രദ്ധയോടെ ആയിരിക്കണം നമ്മൾ ആ പറയുന്ന വാക്കുകൾ. ഹല്ലേലൂയ. എന്നുവെച്ചാൽ നമ്മൾ പറയുന്ന ഓരോ വാക്കും ഓരോ സീഡാണ്, ഓരോ വിത്താണ്. അത് നമ്മളുടെ ഭാവിയെ അതിന് നിയന്ത്രിക്കാൻ സാധിക്കും. നമ്മുടെ ഭാവിയെ അതിന് നല്ലതാക്കാനും തീയതാക്കാനും സാധിക്കും. അത്ര ശക്തിയാണ്. കർത്താവ് പറഞ്ഞ ശിഷ്യന്മാരോട് പറഞ്ഞ്, ഞാൻ നിങ്ങളുടെ നാവിൻ്റെ അറ്റത്ത് അധികാരം തന്നിട്ടുണ്ട് അല്ലേ. അതാണ് അവരോട് പറഞ്ഞ്, നിങ്ങൾ പൊക്കോ, നിങ്ങൾ പോയി നിങ്ങൾ ഭൂതങ്ങളെ ശാസിക്കുമ്പോൾ ആ ഭൂതങ്ങൾ അലറിയോടും, നിങ്ങൾ ഒരാളുടെ മേൽ കൈവെക്കുമ്പോൾ ആ വ്യക്തിയുടെ രോഗം മാറും. എന്താ അത്രയും അധികാരത്തോടെയാണ് നിർത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും രൂപത്തിലും ഉള്ള ഓരോ മനുഷ്യരുമാണ്. അങ്ങനെയെങ്കിൽ നമ്മളുടെ അകത്ത് ക്രിസ്തു വസിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ, നമ്മൾ ഓരോരുത്തരും എത്രയധികം ശക്തിയുള്ളവരാ. സ്തോത്രം. നമ്മളുടെ സ്ഥാനവും പദവിയും എല്ലാം നമ്മൾ ദൈവരാജ്യത്തിനകത്ത് ദൈവ മക്കളാണെന്നും ഭയങ്കര അധികാരമുള്ളവരാണെന്നും ഒന്നും ഒരിക്കലും മറന്നു പോവല്ലേ. സ്തോത്രം. ഇന്നൊന്ന് ചിന്തിക്കണം, എൻ്റെ ചുറ്റിനും ഞാൻ ഇടുന്ന വാക്കുകൾ എങ്ങനത്തെ വാക്കാണെന്ന്. ചിലപ്പം സ്വന്തമായിട്ടായിരിക്കും പറയുന്നത്, ചിലപ്പം വേറൊരു വ്യക്തിയോടായിരിക്കും, ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ ഒരു കുടുംബത്തിനകത്ത്. എന്ന് വെച്ചാൽ പല കുടുംബങ്ങൾ, പല വ്യക്തികൾ വന്ന് ചേരുന്ന കുടുംബങ്ങൾ, ആ പല കുടുംബങ്ങൾ ചേരുന്നതാണ് ദൈവത്തിൻ്റെ സഭ, ദൈവത്തിൻ്റെ രാജ്യം അല്ലേ. ഈ ലോകമെമ്പാടും കിടക്കുന്ന ക്രിസ്തുവിൻ്റെ വിശ്വാസികളെല്ലാവരും പലവരും പലയിടത്തും എല്ലാവരും കൂടിച്ചേരുന്നതാണ് കർത്താവിൻ്റെ ആ സഭ. ഹല്ലേലൂയ. അപ്പം നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ ജീവിത പങ്കാളിയോട്, മക്കളോട്, നമ്മൾ സ്വന്തമായിട്ട് നമ്മളോട്, നമ്മുടെ സാഹചര്യങ്ങളോട് എങ്ങനത്തെ വാക്കാണ് നമ്മൾ പറയുന്നത്. അപ്പം ചിലവരെന്നോട് ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ഒന്നും സംസാരിക്കാൻ പാടില്ലെന്ന്. സംസാരിക്കേണ്ടത് വളരെ കെയർഫുള്ളായിട്ട് സംസാരിക്കണം. യാക്കോബ് 1:26 ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 26 അതിനകത്ത് വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ഇഫ് യു ക്ലെയിം ടു ബി റിലിജിയസ് but don't control your tongue, you are fooling yourself and your religion is worthless. എന്ന് വായിച്ചേ. ഇങ്ങനെ ആത്മാവിൽ
1:26. ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാനിടാതെ. കണ്ട, നാവിന് എന്ത് ചെയ്യാതെ? കടിഞ്ഞാനിടാതെ. അത്ര പവർഫുള്ളായിട്ടാ മലയാളത്തിൽ ആ വാക്യം കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ നാവിൻ്റെ മേൽ കടിഞ്ഞാനിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമർത്ഥം. ആമേൻ, സ്തോത്രം. അപ്പം വചനം പറയുന്നു, നിങ്ങളുടെ നാവിൻ്റെ മേൽ കടിഞ്ഞാണിടാതെ നിങ്ങളുടെ ഭക്തിയും കൊണ്ട് നിങ്ങൾ ഇരുന്നാൽ ആ ഭക്തി വെറുതെ യൂസ്ലെസ് ആയിട്ടുള്ള റിലിജ്യൻ അല്ലെങ്കിൽ യൂസ്ലെസ് ഭക്തി. അപ്പം നമ്മൾക്ക് സ്വന്തമായിട്ട് നമ്മളുടെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു നല്ല സഹായകനെ തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവായ ദൈവത്തിനെ നമുക്കൊരു നല്ല സഹായകനായി തന്നിട്ടുണ്ട്. ഈ നല്ല പരിശുദ്ധാത്മാവിനെ നമ്മൾ കൂട്ടുപിടിക്കുമ്പോൾ, സ്തോത്രം, നമ്മളുടെ നാവിനെ നിയന്ത്രിക്കാൻ നമ്മൾ അറിയാതെ നമുക്ക് ശക്തിയും കൃപയും കിട്ടും. ഇന്ന് ഈ വചനം കേൾക്കുമ്പം ഒന്ന് ഹൃദയത്തിനകത്തൊന്ന് പരിശോധിക്കണം. കർത്താവെ, എൻ്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ എങ്ങനത്തെ വാക്കാണ്? വേറൊരു വ്യക്തിയെ താഴ്ത്തിക്കെട്ടുന്നതാണോ? ആ വ്യക്തിയെ നശിപ്പിച്ച് കളയുന്നതാണോ? അതോ എൻ്റെ ചുറ്റിനും നിൽക്കുന്ന വ്യക്തിയോ വ്യക്തികളെയോ പണിയുന്നതാണോ? 2, ഞാൻ എൻ്റെ ചുറ്റിനും വിതയ്ക്കുന്ന വാക്ക്, നമ്മുടെ ചുറ്റിനും വിതയ്ക്കുക, മറക്കല്ലേ. എപ്പം വായിൽ നിന്നൊരു വാക്ക് വീഴുമ്പോഴും ഇങ്ങനെ ചിന്തിക്കണം, ഞാൻ എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും സംസാരിച്ചാൽ അതെൻ്റെ ചുറ്റിനും ഞാൻ വിതയ്ക്കുക, സീഡ്, ഇങ്ങനെ വിത്ത് വിതയ്ക്കുക. നമുക്കറിയാം, എന്ത് വിതയ്ക്കുന്നോ ആ വിതയ്ക്കുന്ന വിത തന്നെ, ആ ഇടുന്ന വിത്ത്, അതിൻ്റെ വിത നമ്മൾ തീർച്ചയായിട്ടും പൊക്കിക്കൊണ്ടിരും. ആ വിത നമ്മൾ അനുഭവിക്കും. ഹല്ലേലൂയ. ഇന്നൊന്ന് പരിശുദ്ധാത്മാവുമായിട്ട് ചേർന്ന് നിന്നിട്ട് ഒന്ന് ആത്മാർത്ഥമായിട്ട് ചോദിക്കണം, എൻ്റെ ചുറ്റിനും ഞാൻ വിതയ്ക്കുന്ന എന്തുവാ എന്ന് ചോദിക്കണം. നല്ലതാണോ തീയതാണോ എന്ന് ഒന്ന് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് അവിടെ വചനം പറയുന്നു, നിങ്ങളുടെ നാവിൻ്റെ മേൽ കടിഞ്ഞാണിട്ടില്ലെങ്കിൽ, അപ്പോൾ ഒരു കുതിരയ്ക്ക് കടിഞ്ഞാണിട്ട് അതിനെ പിടിക്കുന്നത് പോലെ നാവിനെയും കടിഞ്ഞാണിട്ട് പിടിക്കണം. ഇന്ന് ആ കടിഞ്ഞാണിട്ട് പിടിക്കാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവ്. അതിനാണ് നമ്മുടെ നാവിൻ്റെ മേൽ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ആയുധം. നമ്മുടെ നാവിൻ്റെ മേൽ എപ്പോഴും അന്യഭാഷയും സ്തുതിയും സ്തോത്രവും വചന വാക്കുകളും ഒക്കെ വായെ നിറയ്ക്കണം. എന്നിട്ട് ഇതങ്ങ് പറഞ്ഞ് കൊണ്ടിരിക്കണം. ഈ വാക്കുകളും വചനങ്ങളും സ്തോത്രവും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ചുറ്റിനും വിതച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ കൃഷി ചെയ്യുക. തിരുവചനം പറയുന്നു, ഫാമർ അല്ലേ, ദൈവരാജ്യം ഒരു ഫാമറുമായിട്ട് യോജിപ്പിക്കുന്നത്. അപ്പം ഫാമർ എന്താ ചെയ്യുന്നത്? ഒരു കൃഷിക്കാരൻ എന്താ ചെയ്യുന്നത്? അയാളുടെ കയ്യിലെ ഒരു പിടി വിത്തെടുത്തിട്ട് വിതയ്ക്കുക ചെയ്യുന്നത്, വലിച്ചെറിയുക, കാണുന്നിടത്തോട്ട് ഒക്കെ അങ്ങ് ഇടുക, ആ പറമ്പിനകത്തോട്ട് ഇടുക. ഇന്ന് ലോകം നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന ഒരു തോട്ടമാണ്. ആ തോട്ടത്തിനകത്ത് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുക കൃഷി ചെയ്യുവാനായിട്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു വിടുവാൻ. തിരുവചനം പറയുന്നു, നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ, അതിൻ്റെ ഫലം നമ്മൾ കഴിക്കുക തന്നെ ചെയ്യും, അത് ഭക്ഷിക്കും, അത് അനുഭവിക്കും. ഹല്ലേലൂയ. നല്ലത് പറഞ്ഞു വിട്ടാൽ നല്ലത് തന്നെ, ഹല്ലേലൂയ, നമ്മൾ അനുഭവിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഏതെങ്കിലും നെഗറ്റീവായിട്ട് വേണ്ടാത്ത വാക്കുകൾ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ഇന്നതവിടെ നിർത്തണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആശ്രയിക്കണം. നാവിന് കുടുംബങ്ങളെ തകർക്കാൻ പറ്റും. ഹല്ലേലൂയ. യോജിപ്പിക്കാനും പറ്റും, തകർക്കുവാനും പറ്റും. എത്രയോ ജീവിതങ്ങൾ ഹല്ലേലൂയ നാവിൻ്റെ ശക്തി കാരണം കൂട്ടിയോജിച്ചിരിക്കുന്നു. എത്രയോ ജീവിതങ്ങൾ പിളർന്ന് രണ്ടായി പോയിരിക്കുന്നു. സ്തോത്രം. നാവിൻ്റെ പ്രശ്നമാണ്. ഇത് പറയുമ്പം പലവരും അവരുടെ ചിന്തകൾ പഴയ കാര്യങ്ങൾക്കകത്തേക്കൊക്കെ പോകുമായിരിക്കും. സ്തോത്രം. എവിടാണോ ഒരു വിടുതൽ വേണ്ടത് അവിടെ പരിശുദ്ധാത്മാവിനെ കൂട്ടിക്കൊണ്ടു പോകണം. പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവേ, എൻ്റെ ഓർമ്മയ്ക്കകത്ത് ഇങ്ങനെ ഒരു സാഹചര്യം വരുന്നു, ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നു, ഇങ്ങനെ വാക്കുകൾ വീണു, അത് നേരാവണ്ണമല്ലാത്തതെങ്കിൽ അതിനെ ഇന്ന് നിർവീര്യമാക്കി കളയുവാൻ പരിശുദ്ധാത്മാവിനോട് സഹായം ചോദിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. 27-ാം തിരുവചനം യാക്കോബിൻ്റെ 1:27 ഇങ്ങനെ പറയുന്നു, pure and genuine religion in the sight of God means caring for orphans and widows in their distress and refusing to let the world corrupt you. കണ്ടോ, സത്യവും നീതിയുമായിട്ടുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്ന അതിനകത്ത് പാവങ്ങളെയും വിധവകളെയും സഹായിക്കുക എന്നിട്ട് പറഞ്ഞിട്ടൊരു വാക്ക് പറയുന്നു, refusing to let the world corrupt you. ഈ ലോകം നിങ്ങളെ
ചീത്തയാക്കാതെ വണ്ണം ഇരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റിനും പല വാക്കുകൾ കേൾക്കും. പലവർക്കും അങ്ങനത്തെ വാക്കുകളൊക്കെ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്ക് കൂട്ടുകാരൊന്നും കാണത്തില്ല. നമ്മളോട് ആർക്കും ഇഷ്ടം തോന്നത്തില്ല. നമ്മുടെ ചുറ്റിനും നിൽക്കാൻ ആരെയും കിട്ടത്തില്ലായിരിക്കും. സാരമില്ല, ഹല്ലേലൂയ. മറ്റുള്ളവരെ പോലെ കൊച്ചു വർത്താനങ്ങളും പറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നമ്മൾ വ്യർത്ഥമായ വാക്കുകൾ അല്ലേ, പൊട്ടച്ചൊല്ല്, കളിവാക്കുകൾ, ഇതൊന്നും പറയാൻ നമ്മൾ നിൽക്കല്ലേ. ഹല്ലേലൂയ. ചിലപ്പോൾ നല്ല രസമായിരിക്കും ഓരോന്നൊക്കെ കേൾക്കുമ്പം അല്ലെങ്കിൽ പറയുമ്പം. പക്ഷേ നമ്മുടെ വായിന്ന് ഇന്നൊരു തീരുമാനമെടുക്കണം. കർത്താവേ, ഞാനൊരു ദൈവ പൈതല, എൻ്റെ വായിൽ നിന്ന് പൊട്ടച്ചൊല്ലും, കളിവാക്കും, വെറുതെ വേണ്ടാത്ത തമാശ വാക്കുകൾ, യൂസ്ലെസ് ആയിട്ടുള്ള, ആരെയും പണിയാത്തത്, പക്ഷേ വെറുതെ ദ്രവത്വം പിടിച്ച വാക്കുകൾ, നമുക്കൊരു ആത്മീയ വർധനവും തരാത്ത വാക്കുകളൊന്നും എൻ്റെ വായിൽ നിന്ന് വീഴാതെ എന്നെ പരിശുദ്ധാത്മാവെ ഒന്ന് സൂക്ഷിക്കണമേ എന്നായിരിക്കട്ടെ ഇന്നത്തെ പ്രാർത്ഥന. ഹല്ലേലൂയ. ദൈവ പൈതലിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ മറ്റുള്ളവരെ പണിയുന്നത്, നമ്മുടെ ചുറ്റിനും വിതയ്ക്കുമ്പോൾ അത് നാളെ കാലം നല്ല ഫലം തരുന്ന വാക്കായിരിക്കണം. ഹല്ലേലൂയ. ഒന്നിച്ചിരിക്കുമ്പോൾ ഒക്കെ ചിലപ്പം ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ മക്കളും ഒക്കെ ഒന്നിച്ചിരിക്കുമ്പം ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടോ, സാഹചര്യങ്ങളെ നോക്കിയിട്ട് വിളിച്ച് പറയുന്നത് നിരാശയുടെയും, കുറച്ച് കഴിയുമ്പോൾ ആ വാക്കുകളൊക്കെ കേട്ടും പറഞ്ഞും കഴിയുമ്പം അകത്ത് വലിയ പ്രത്യാശയില്ലാത്ത അവസ്ഥയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ ഒരിക്കലും അത് ദൈവികതയല്ല. ഹല്ലേലൂയ. അറിഞ്ഞുകൊണ്ട് വീണ്ടും 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 വേണ്ടാത്ത നെഗറ്റീവ് വാക്കുകളും പ്രത്യാശയില്ലാത്ത വാക്കുകളും സാഹചര്യങ്ങളെ നോക്കി ആ കാണുന്ന സങ്കടങ്ങൾ വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെടാനായിട്ട് കർത്താവ് വീണ്ടും അവസരം തരുക. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ചുറ്റിനും കാണുന്ന സാഹചര്യങ്ങൾ, അയ്യോ ഇതുവരെ ആയിട്ടും ഒന്നും നേരെ ആയിട്ടില്ലല്ലോ, ഇനി എന്നാ, പ്രാർത്ഥിച്ചിട്ടും മടുത്തു, ഇനി എന്നാ ഇതൊക്കെ നേരെയാവുന്നു എന്നൊക്കെ ഇങ്ങനത്തെയൊക്കെ വാക്ക് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെടേണ്ട ഒരു സമയമാണ്. കർത്താവിനോട് പറയണം, കർത്താവ് എന്നോട് ക്ഷമിക്കണം. ഹല്ലേലൂയ. ഞാൻ ആ പറഞ്ഞു വിട്ട വാക്കുകൾ എനിക്കത് നന്മയൊന്നും ചെയ്യുന്നില്ല. അതെന്ത് ചെയ്തു? വീണ്ടും വീണ്ടും സങ്കടത്തെ ഓർമ്മിപ്പിച്ചു, അല്ലെങ്കിൽ ചുറ്റിനു വരുന്ന ആരെങ്കിലും നിരാശപ്പെടുത്തി. ഹല്ലേലൂയ. എന്തെങ്കിലും സാഹചര്യമായിരിക്കും വിളിച്ചു പറഞ്ഞ്. അപ്പോൾ എന്നോട് ചിലവർ ചോദിക്കും, എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊന്നും വിളിച്ചു പറയണ്ടേ? കാര്യങ്ങളൊക്കെ വിളിച്ചു പറയേണ്ട ഇടമുണ്ട്. ഞാൻ പറയാം, ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. ചുറ്റിനും കാണുന്നതൊക്കെ കഷ്ടം, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇതിങ്ങനെയായി പോയല്ലോ, ഇനി ഇതെന്നാ നേരെയാവുന്നത്, കണ്ടിട്ടൊരു ലക്ഷണവും ഇല്ല നേരെയാവുന്നതിൻ്റെ, എത്ര നാളായി നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഇതിങ്ങനെയൊക്കെ ആരോട് പറയാൻ എന്നൊക്കെ പറഞ്ഞുള്ള വേണ്ടാത്ത വാക്കുകളൊന്നും വീഴുന്നതിന് പകരം വിളിച്ചു പറയണം, സ്തോത്രം, എൻ്റെ ജീവിതം ഉയർച്ച തന്നെ പ്രാപിക്കും, എൻ്റെ ജീവിതം ഒരു അനുഗ്രഹമായി തീരും, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ സാഹചര്യമെല്ലാം മാറും. ഹല്ലേലൂയ. ഞാൻ നന്മ അനുഭവിക്കും. സ്തോത്രം. വിളിച്ചു പറയണം, കർത്താവ് എൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് അനുഗ്രഹം ഉണ്ടാകും, എൻ്റെ ഈ ജീവിത സാഹചര്യം നല്ലതാക്കി തരും എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറയണം. ഹല്ലേലൂയ. നമ്മൾ കാണുന്നത് വിളിച്ചു പറയാനല്ല, പക്ഷെ കാണാത്തതിനെ വിളിച്ചു പറയാനാ കർത്താവ് നമ്മളെ നിർബന്ധിക്കുന്നത്. സ്തോത്രം. ഇസ്രായേൽ ജനം ആ ചെങ്കടലിൽ കടന്നത് അവർ കാണുന്നത് വിളിച്ചു പറഞ്ഞിട്ടല്ല, പക്ഷെ കാണാത്തത് അവർ കണ്ടു. അവരുടെ ആത്മകണ്ണിനകത്ത് മറ്റാരും യാദർശ്യമായി കാണാത്തത് അവർ കണ്ടു. ഹല്ലേലൂയ. സ്തോത്രം. അതിനാണ് കർത്താവ് മോശയോട് പറഞ്ഞ, മോശ നീ എന്തിനാ എന്നോട് നിലവിളിക്കുന്നേ? നിന്റെ കയ്യിൽ ഞാനൊരു വടി തന്നിട്ടില്ലേ, നീ അത് ഉയർത്ത്, നിന്റെ അധികാരം എടുക്ക്. ഹല്ലേലൂയ. സ്തോത്രം. ഉറപ്പായിട്ടും മോശ ഉള്ളിൽ കണ്ടു കാണും, ഈ ജനം മൊത്തം ഉണങ്ങിയ നിലത്തൂടെ നടന്നു പോകുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ യേശു കർത്താവിനെ കുറിച്ച് പറയുന്നു, യേശു കർത്താവ് മുമ്പിൽ കണ്ട് കുരിശിനെ കണ്ടിട്ട് പോലും അതിനെ കണ്ടിട്ട് അതിനെ സാരമാക്കിയില്ല. എന്താ? അതിനപ്പുറം, ആ കുരിശിൻ്റെയും കല്ലറയ്ക്കും മരണത്തിൻ്റെയും അപ്പുറം ഒരു ജയം കണ്ടു. ഹല്ലേലൂയ. ഈ ജയം എന്ത് ചെയ്തു? കർത്താവിനെ കുറിച്ച് പറയുന്നു, അത് കാരണം ഹി റാൻ വിത്ത് ജോയ്. ഹല്ലേലൂയ. ഭയങ്കര സന്തോഷത്തോടെ തനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ അവസ്ഥയ്ക്കകത്തേക്ക് ഓടിക്കേറി ചെന്നു. ഹല്ലേലൂയ. എന്താന്ന് വെച്ചാൽ യേശു കർത്താവ് ആ മരണത്തിൻ്റെയും കല്ലറയ്ക്കും അപ്പുറം ഹല്ലേലൂയ ഒരു വിടുതൽ കണ്ടു, നമ്മുടെ ഓരോരുത്തരുടെയും വിടുതൽ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളൊക്കെ നല്ലതും മറ്റുള്ളവരെ പണിയുന്നതും നമ്മുടെ ജീവിതത്തിനകത്ത് സന്തോഷവും കൊണ്ടുവരുന്നതായിരിക്കട്ടെ. എവിടെയെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ
കഴിയുമ്പോൾ ഉയ്യോ ഇത് ഞാൻ സംസാരിച്ചിട്ട് എൻ്റെ ആദ്യത്തെ സന്തോഷം കുറഞ്ഞു പോയല്ലോ എന്ന് തോന്നുവാണെങ്കിൽ അവിടെ നിർത്തിക്കോണം. സ്തോത്രം. സങ്കീർത്തനം 34:12-13 വാക്യത്തിനകത്ത് Psalm 34 verse numbers 12 and 13 വചനം ഇങ്ങനെ പറയുന്നു, Does anyone want to live a life that is long and prosperous? Then keep your tongue from speaking evil and your lips from telling lies. Hallelujah. കണ്ടോ, ആർക്കെങ്കിലും ദീർഘകാലം വസിക്കണം എന്ന് വായിച്ച് 34:12-13 ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ്സോടെ ചെയ്യുന്നവനാര് ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളണം. ആമേൻ. അപ്പൊ അധരത്തിനെ കാത്തുകൊള്ളണം, നമ്മുടെ നാവിനെ കാത്തുകൊള്ളണം. ഞാൻ പറയട്ടെ, ദൈവവചനത്തിനകത്ത് ദൈവവചനം നമ്മളെക്കുറിച്ച് പറയുന്നത് നമ്മൾ ഉറപ്പായിട്ടും ഉയർച്ച പ്രാപിക്കും. ദൈവവചനം നമ്മളെക്കുറിച്ച് പറയുന്നത് നമുക്കുണ്ടാവാൻ പോകുന്ന ശുഭഭാവി ദൈവത്തിനറിയാതെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നമ്മളെക്കുറിച്ച് നല്ലതുണ്ടാവണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഒരു വ്യക്തിയെക്കുറിച്ചും ഈ ലോകത്തുള്ള ഏറ്റവും കൊടും പാപിയെക്കുറിച്ച് പോലും ദൈവത്തിന് തീയതുണ്ടാവണമെന്ന് താല്പര്യമില്ല. ആ വ്യക്തിയുടെ ആത്മാവ് നശിച്ചു പോകണമെന്ന് ദൈവത്തിന് ഒരിക്കലും ആഗ്രഹമില്ല. അതിനാണ് തൻ്റെ പ്രിയപുത്രനെ ഈ ഭൂമിയിൽ തന്നത്. എൻ്റെ ദൈവത്തിന് ഒരു വ്യക്തി പോലും എത്ര കൊടും പാപിയാണെങ്കിലും എത്ര മഹാക്രൂരനാണെങ്കിലും ആ വ്യക്തിയുടെ ആത്മാവ് നരകത്തിൽ പോയി കിടക്കണമെന്ന് എൻ്റെ യേശുവിന് താല്പര്യമില്ല. ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ള സകലമാന മനുഷ്യരും രക്ഷപ്പെടണം, വിടുവിക്കപ്പെടണം, സ്വർഗത്തിലെത്തണമെന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ മനഃപൂർവ്വമായിട്ട് നമ്മുടെ ചുറ്റിനും കാണുന്നതിനെയും കേൾക്കുന്നതിനെയൊക്കെ അത് നമുക്കറിയാം അത് നെഗറ്റീവാ, അല്ലെങ്കിൽ ആ സാഹചര്യം അങ്ങനെയായിരിക്കും. ചിലപ്പം ആ വ്യക്തി, നമ്മൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും, ആ വ്യക്തിക്കകത്തുനിന്ന് ഒരു നന്മയും കാണുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ സാഹചര്യം ഒന്നും മാറിക്കാണത്തില്ല. പക്ഷെ നമ്മളെ വിളിച്ചിട്ടില്ല വിളിച്ചു പറയാൻ, ആ സാഹചര്യം വിളിച്ചു പറയാൻ നമ്മളെ വിളിച്ചിട്ടില്ല. നമ്മളെ നിലവിളിച്ച് കരഞ്ഞ് കണ്ടോ ഈ മനുഷ്യൻ, അല്ലെങ്കിൽ കണ്ടോ ഇവര് എന്ന് പറയാൻ നമ്മളെ വിളിച്ചിട്ടില്ല. ഹല്ലേലൂയ. ചെങ്കടലിൻ്റെ മുമ്പിൽ നിന്ന് ജനം നിലവിളിച്ചുകൊണ്ടിരുന്നപ്പം ദൈവം മോശയോട് ചോദിച്ചു, എന്തുവാ മോശ ഇത്, എന്തിനാ നീ കരയുന്നത്, നീ എന്തിനാ ഇങ്ങനെ ഇവരോടൊപ്പം കിടന്ന് ബഹളം വെക്കുന്നത് എന്നാ ചോദിച്ചത്. നിന്റെ വടി ഉയർത്ത്, നിന്റെ കയ്യിലൊരു വടി തന്നിട്ടില്ലേ എന്നാ ചോദിച്ചത്. സ്തോത്രം. ഇന്ന് നമ്മളുടെ മേല് ദൈവത്തിൻ്റെ അഭിഷേകമുണ്ട്. ഇന്ന് നമ്മളുടെ നാവിന് ചലിക്കാനുള്ള ശേഷിയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ചലിക്കാനുള്ള ശേഷിയുള്ള നാവും കൊണ്ട് സാഹചര്യത്തിനെ വിളിച്ചു പറയല്. ഹല്ലേലൂയ. നമ്മുടെ നാവിനെ തിന്മ, അവിടെ വചനം പറയുന്നത് കീപ് യുവർ ടങ് ഫ്രം സ്പീക്കിംഗ് ഈവൽ ആൻഡ് യുവർ ലിപ്സ് ഫ്രം ടെല്ലിങ് ലൈസ്. ദൈവം പറയുന്നതിനെ അല്ലാത്തത് പറയുന്നതെല്ലാം കള്ളത്തരമാണ്. ഹല്ലേലൂയ. എൻ്റെ ദൈവം പറയുന്നതെല്ലാം ഈ ബൈബിളിനകത്തുണ്ട്. ഇതിനല്ലാതെ ഈ ബൈബിളിനകത്തു നിന്ന് നന്മയും ഉയർച്ചയും അനുഗ്രഹവും എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തൊന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് നമ്മളെക്കുറിച്ച് നന്മയും ഉയർച്ചയും അനുഗ്രഹം മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ, തിന്മയും നാശവും ആഗ്രഹിച്ചിട്ടില്ല. അപ്പം അതിനെതിരായി പറയുന്ന എന്തെങ്കിലുമൊക്കെ വാക്കുകൾ വീഴുവാണെങ്കിൽ ഹല്ലേലൂയ, അതെല്ലാം കള്ളവും വ്യാജവും ലോകവുമാണ്. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചിരിക്കുന്നത് ലോകത്തിനോട് അനുരൂപരാകാനല്ല വിളിച്ചിരിക്കുന്നത്, നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവുമായിട്ട് അനുരൂപരാകാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് ആ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ അറിയാമായിരുന്നു അതിനകത്തൊരു യൂദാസ് ഉണ്ടെന്ന്, അറിയാമായിരുന്നു ഈ യൂദാസ് ഒറ്റിക്കൊടുക്കുമെന്ന് അറിയാമായിരുന്നു, എങ്ങനെയെല്ലാം നടക്കാൻ പോകുന്നതെന്ന് അറിയാമായിരുന്നു. പക്ഷെ എവിടെങ്കിലും യേശു കർത്താവ് യൂദാസിനെ കുറ്റപ്പെടുത്തുവോ, നെഗറ്റീവ് പറയുവോ, സാഹചര്യം നോക്കി പദം പെറുക്കുവോ എന്തെങ്കിലും ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഒന്നും ചെയ്യുന്ന കണ്ടിട്ടില്ല. കർത്താവിൻ്റെ വചനം പറയുന്നു, ദീർഘായുസ്സോടെ വസിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ശുഭഭാവി അനുഭവിക്കണമെങ്കിൽ, നന്മ അനുഭവിക്കണമെങ്കിൽ നിങ്ങളുടെ നാവിനെ നിങ്ങൾ നിയന്ത്രണം വിടുക. ഇന്ന് വിളിച്ചു പറഞ്ഞ്, ഞാൻ എൻ്റെ സാഹചര്യങ്ങളെ വിളിച്ചു പറയത്തില്ല, ഞാൻ എൻ്റെ പ്രത്യാശയെ വിളിച്ചു പറയും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സാധ്യതകളെ വിളിച്ചു പറയും. ഞാൻ കർത്താവ് എന്നെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന വിളിച്ചു പറയും. ഹല്ലേലൂയ. നമ്മൾ കർത്താവിന് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. ഹല്ലേലൂയ. നമ്മളുടെ അനുഗ്രഹത്തിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. ഇന്ന് പറഞ്ഞ്, ഞാൻ എൻ്റെ അനുഗ്രഹത്തിനെ ആക്ടിവേറ്റ് ചെയ്യും. സ്തോത്രം. അത് യാഥാർത്ഥ്യത്തിനകത്തേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. സ്തോത്രം. അബ്രഹാം വിശ്വസിച്ചത് തനിക്ക് നീതിക്കായി കണക്കിട്ടു, അതങ്ങനെ തന്നെ സംഭവിച്ചു. അല്ലേ? അബ്രഹാമിൻ്റെ മകനെ കൊല്ലാനായിട്ട് മോറിയ മലയുടെ മേളിൽ പോകാൻ നേരത്ത്, സ്തോത്രം, അവിടെ എന്തുവാ അവിടെ കൂടെ വന്ന ബാലന്മാരോട് പറഞ്ഞു, വേലക്കാരോട് പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്ക്,
ഞങ്ങൾ പോയി യാഗം അർപ്പിച്ചിട്ട് മടങ്ങി വരാമെന്ന്. ഹല്ലേലൂയ! എത്ര പ്രത്യാശയായിരുന്നു അബ്രഹാമിൻ്റെ അകത്ത്. ദൈവം പറഞ്ഞു, മോനെ കൊണ്ടുപോയി അറക്ക് കൊന്ന് യാഗം കൊടുക്കാൻ പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ! ആ യാഗം മൃഗത്തിനെ പോലും കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ അബ്രഹാമിൻ്റെ വിശ്വാസം നോക്ക്. അബ്രഹാം തൻ്റെ വേലക്കാരെ മലയുടെ താഴെ നിർത്തിയിട്ട് അബ്രഹാം വേലക്കാരോട് പറഞ്ഞു, ഞങ്ങൾ പോയി വേർഷിപ്പ് ചെയ്തിട്ട് ഞങ്ങൾ മടങ്ങി വരാം. ഞാൻ മടങ്ങി വരാമെന്നല്ല, ഞങ്ങൾ മടങ്ങി വരാം. ഞാനും എൻ്റെ മോനും മടങ്ങി വരാമെന്ന്. സ്തോത്രം, ഹല്ലേലൂയ! കാണുന്നതിനെ വിളിച്ചു പറയരുത്. ഇന്ന് തീർച്ചപ്പെടുത്തുക, ഇന്ന് തീരുമാനമെടുക്കുക. പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ കാണുന്നതിനെ വിളിച്ചു പറയാതെ, കാണാത്ത പ്രത്യാശ, കാണാത്ത ശുഭഭാവി, കാണാത്ത അനുഗ്രഹം വിളിച്ചു പറയാൻ എന്നെ സഹായിക്കണം. ഹല്ലേലൂയ! കർത്താവ് നാവിൻ്റെ മേൽ കടിഞ്ഞാണിടട്ടെ. സ്തോത്രം, ഹല്ലേലൂയ! നാവിൻ്റെ മേൽ നിയന്ത്രണം തരട്ടെ. മറ്റാരുടെയും സന്തോഷത്തിനെ കെടുത്തുന്നവരായി തീരല്ലേ. ഹല്ലേലൂയ! നിരാശ വിളിച്ചു പറയല്ലേ, സാഹചര്യങ്ങൾ വിളിച്ചു പറയല്ലേ. ചിലവരെ കണ്ടിട്ടുണ്ടോ, അവരുടെ കൂടെ ഒരു 5 മിനിറ്റ് ഇരുന്നാൽ മതി, എത്ര സന്തോഷമുള്ളതാണെങ്കിലും കാർമേഘമായി പോകും. ഹല്ലേലൂയ! അങ്ങനെയുള്ളവരുടെ അടുത്ത് പോയി ഇരിക്കാനും പോകല്ലേ, സംസാരിക്കാനും പോകല്ലേ, മറുപടി കൊടുക്കാനും പോകല്ലേ. ഹല്ലേലൂയ! സ്തോത്രം. തീർച്ചയായിട്ടും പിടിച്ച് അവനവൻ്റെ സന്തോഷവും ശുഭഭാവിയും പിടിച്ച് സൂക്ഷിക്കാൻ കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. എൻ്റെ പൊന്നു കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ! ഇനി വചനത്തിൻ്റെ മുമ്പിൽ കീഴ്പ്പെട്ട്, സ്തോത്രം, നാവിൻ്റെ മേൽ കടിഞ്ഞാണിടാൻ പറ്റാതെ പോകുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. പരിശുദ്ധാത്മാവ് സഹായിക്കണം. പലവരും പറയും, ഞാൻ പലവട്ടം ശ്രദ്ധിക്കാറുണ്ട്, ശ്രമിക്കാറുണ്ട്, നാവിൽ നിന്നൊന്നും നെഗറ്റീവും നിരാശയും വീഴാതെ വണ്ണം, പക്ഷേ എന്നാലും അങ്ങ് പെട്ടുപോകും. ഉറപ്പായിട്ട് ഞാൻ പറയട്ടെ, അതിൻ്റെയൊക്കെ ഫലം ഭാവിയിൽ കാണേണ്ടി വരും. സ്തോത്രം. പരിശുദ്ധാത്മാവെ സഹായിക്കണം. നല്ല വിത്ത് വിതയ്ക്കാൻ നാവിൽ നിന്ന് ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങ് സഹായിക്കണം, അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം.